കംപ്ലീറ്റ് ചെയ്തു. ഇനി പ്രോട്ടോകോൾസ് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തൊക്കെയായിരുന്നു അതിൽ പറയുന്നത്? ഒരു ബേബിയെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയാണ് ഒരു ന്യൂ ബോണിന് എന്തൊക്കെ കെയർ കൊടുക്കേണ്ടത്? ഹാൻഡ് വാഷ് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. ദെൻ പിന്നെന്തായിരുന്നു? അമ്മയോടൊപ്പമായിരിക്കണം കുഞ്ഞിനെ കിടത്തേണ്ടത്. അവർ ഒരുമിച്ചായിരിക്കണം അല്ലേ? ദെൻ പിന്നെന്തായിരുന്നു? അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാ? അമ്മയും കുഞ്ഞും ഒരുമിച്ചായിരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാ? കുട്ടിക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാ? അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ എന്താണ്, ആവശ്യത്തിനനുസരിച്ചല്ല, കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ച് അമ്മയ്ക്ക് അവനെ ഫീഡ് ചെയ്യാനായിട്ട് കഴിയും അല്ലേ? പിന്നെന്താണ്, കുട്ടിയുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ദെൻ പിന്നെന്തായിരുന്നു? എൻവിറോൺമെന്റ് ക്ലീൻ ആയിരിക്കും. ആയിരിക്കണം, സേഫ് ആയിരിക്കണം. ദെൻ കോഡ്, നമ്മൾ അംബ്ലിക്കൽ കോഡ് എന്താണ്, കട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കേണ്ടത്? എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് ആ ഭാഗം? ഇൻഫെക്ഷൻ വരാതെ നോക്കണം. ഇൻഫെക്ഷൻ വരാതെ എങ്ങനെയൊക്കെ നമുക്ക് കെയർ ചെയ്യാം? പ്രോപ്പർ ആയിട്ട് മുൻപ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കൈ പ്രോപ്പർ ആയിട്ട് ചാപ്റ്റർ നമ്പർ ഒന്നുകൂടെ പറയാവോ? ചാപ്റ്റർ 29 ലേബർ റൂം. ഓക്കെ മാം. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? കൈ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തതിന് ശേഷമായിരിക്കണം ആ ഭാഗത്ത് ടച്ച് ചെയ്യാനായിട്ട്. പിന്നെ എങ്ങനെയാണ്? വൃത്തിയുള്ള ഒരു ക്ലോത്തോ അല്ലെങ്കിൽ കോട്ടൺ ബോളോ യൂസ് ചെയ്ത് ആ ഏരിയ എന്താണ്, ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെന്താണ്, ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്ന സബ്സ്റ്റാൻസസ് ഒന്നും ആ ഭാഗത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. പൗഡേഴ്സ് നമ്മൾ ഉപയോഗിക്കാറില്ലേ? ചില പാരന്റ്സ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ കുട്ടിക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാൻ ചാൻസസ് ഉള്ള ഒരു സബ്സ്റ്റാൻസസും ആ ഭാഗത്ത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. പിന്നെന്താണ്, റെഡ്നെസ് വരാം ചിലപ്പോ. വാട്ടർ ക്ലീൻ ആയി വാട്ടർ ക്ലീൻ ആയിരിക്കണം. ഓക്കെ. പിന്നെന്താണ്, റെഡ്നെസ്സോ സെല്ലിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ചാർജ് കണ്ടാല് ഉടൻ തന്നെ ഡോക്ടറിന്റെ, അതെന്തിന്റെ ലക്ഷണമാണ്? ഇൻഫെക്ഷൻസ് ആയിട്ടുണ്ടെന്നുള്ളതിന്റെ ലക്ഷണമാണ് അല്ലേ? അപ്പോൾ തന്നെ ഡോക്ടറിന്റെ സഹായം തേടേണ്ടതാണ്. ക്ലിയർ ആണല്ലോ അത്? ദെൻ പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. ഒരു ലേബർ റൂമിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുൻപ് ചില പ്രോട്ടോകോൾസ് പാലിച്ചിരിക്കണം അല്ലേ? നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ടൈമിൽ സെയിം പ്രോട്ടോകോൾസ് പഠിച്ചായിരുന്നു. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ചില പ്രോട്ടോകോൾസ് പാലിച്ചിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, ലേബർ റൂമിൽ പ്രവേശിക്കുന്നതിന് മുൻപും എന്താണ്, ചില പ്രോട്ടോകോൾസ് ഉണ്ട്. ഓക്കെ. അപ്പൊ അതിനകത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും ഈ പ്രോട്ടോകോൾസ് എന്താണ്, പാലിച്ചിരിക്കണം. എന്തൊക്കെയാണ് ആ പ്രോട്ടോകോൾസ്? എന്തിനു വേണ്ടിയാണ് പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിരിക്കുന്നത്? അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് അല്ലേ ഇത്തരം പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണത്? ഫസ്റ്റ് വൺ എന്താണ്? എൻട്രി ടു ദ ലേബർ റൂം ഷുഡ് ബി ഇൻഡയറക്റ്റ്. സ്ക്രീൻ കാണുന്നില്ലാന്നോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ക്ലിയർ അല്ലേ എല്ലാവർക്കും? സ്ക്രീൻ ക്ലിയർ ആണ് മാം. ആർക്കാ കാണാത്തത്? ആർക്കാ? ഒന്ന് റീജോയിൻ ചെയ്തു നോക്കൂട്ടോ. ഫുൾ സ്ക്രീൻ ആക്കുമ്പോ കാണുന്നില്ല മാം. പിന്നെ സാധാരണ ചെറുതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഒന്നുകൂടി ലെഫ്റ്റ് ചെയ്തിട്ട് റീജോയിൻ ചെയ്തു നോക്ക് അഞ്ജലി. അപ്പൊ എന്തിനു വേണ്ടിയാ പ്രോട്ടോകോൾസ്? അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അല്ലേ? ആ ലേബർ റൂം എങ്ങനെയായിരിക്കണം? ജം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ പ്രോട്ടോകോൾസ്? അഞ്ജലി ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. എൻട്രി ടു ദ ലേബർ റൂം ഷുഡ് ബി ഇൻഡയറക്റ്റ്. Typically, a buffer zone requires to be made if possible to change of shoes, wear of mask and cap before getting into the labor room. അപ്പൊ ലേബർ റൂമിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ്? ഡയറക്റ്റ് ആയിട്ട് ആയിരിക്കരുത് ലേബർ റൂമിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ. പുറത്തു നിന്നും ഡയറക്റ്റ് ആയിട്ട് നേരെ എന്താണ് വന്നിട്ട് ലേബർ റൂമിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളതല്ല. എങ്ങനെയായിരിക്കണം? ലേബർ റൂമിന് മുൻപായിട്ട് ഒരു ബഫർ സോൺ, ഒരു ബഫർ ഏരിയ ഉണ്ടായിരിക്കും, ഒരു ബഫർ സോൺ ഉണ്ടായിരിക്കും.
ആ ഏരിയയിലൂടെ മാത്രമാണ് ലേബർ റൂമിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ ബഫർ സോണിന്റെ പ്രത്യേകത എന്തായിരിക്കാം? അവിടെ ആയിരിക്കാം ചേഞ്ച് ചെയ്യുന്നത്, PPE വെയർ ചെയ്യാനുള്ള സൗകര്യം, സ്ക്രബിംഗ് മെത്തേഡ്, അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഈ ബഫർ സോണിൽ ഉണ്ടായിരിക്കും. അപ്പൊ ബഫർ സോണിലൂടെ മാത്രമായിരിക്കണം ലേബർ റൂമിലേക്ക് എൻട്രി ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ എങ്ങനെയായിരിക്കണം? ഷൂസ്, PPE വെയർ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. മാസ്ക്, ക്യാപ്പ് എല്ലാം ലേബർ റൂമിൽ പ്രവേശിക്കുന്നതിന് മുൻപേ നമ്മൾ വെയർ ചെയ്തിരിക്കണം. ദെൻ ഷൂസ് എന്തായിരിക്കണം? ഒന്നില്ലെങ്കിൽ ഡിസ്പോസിബിൾ കവർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഷൂ കവർ ചെയ്യാം. അതല്ലെങ്കിൽ ലേബർ റൂമിൽ മാത്രം ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ചപ്പൽസ് ഉണ്ട്, ആ ചപ്പൽസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? നമ്മൾ നോർമൽ പുറത്ത് ധരിക്കുന്ന ഒരു ചപ്പൽസ് യൂസ് ചെയ്ത് ഒരു കാരണവശാലും ലേബർ റൂമിനകത്തേക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യാൻ പാടുള്ളതല്ല. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ബഫർ സോണിലൂടെ മാത്രമായിരിക്കണം ലേബർ റൂമിനകത്തേക്ക് കടക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? Entry to the labor room should be permitted only to the pregnant woman, her birth partner, doctor, nurse, and other support staff. Cleaning staff should be allowed periodic entry. Okay, എന്താണ് ANM? ആരാ ANM? Auxiliary nurse midwife. Okay. അപ്പൊ ആർക്കൊക്കെയാണ് ലേബർ റൂമിനകത്തേക്ക് എൻട്രി ഉള്ളത്? ആർക്കൊക്കെയാ? പെർമിഷൻ ഉള്ളത് ആർക്കൊക്കെയാണ്? പ്രഗ്നന്റ് വുമൺ. ഓക്കെ, പ്രഗ്നന്റ് വുമണിനോടൊപ്പം തന്നെ എന്താണ്? ആ പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും അല്ലെ, സപ്പോർട്ടിംഗ് പേഴ്സൺ, അതാണ് ബെഡ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ദെൻ പിന്നെ ആരാണ്? ഡോക്ടർ, നേഴ്സ്, ANM ആൻഡ് അതർ സപ്പോർട്ടിംഗ് സ്റ്റാഫ്. ഇവർക്ക് മാത്രമാണ് എന്തുള്ളത്? ലേബർ റൂമിനകത്ത് പെർമിഷൻ ഉള്ളത്. ക്ലീനിങ് സ്റ്റാഫിന്റെ കാര്യം എങ്ങനെയായിരിക്കണം? ക്ലീനിങ് സ്റ്റാഫ് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ ടൈമിൽ മാത്രമായിരിക്കണം, ആ ഒരു റെഗുലർ ഇന്റർവെൽസിൽ മാത്രമായിരിക്കണം ക്ലീനിങ് സ്റ്റാഫിന് അകത്തേക്ക് എൻട്രി കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ബാക്കി വരുന്ന ഡോക്ടേഴ്സ്, നേഴ്സ്, പ്രഗ്നന്റ് വുമൺ, പിന്നെ ആരായിരുന്നു? സപ്പോർട്ടിംഗ് സ്റ്റാഫ്. ഓക്കെ, പിന്നെ സപ്പോർട്ട് പേഴ്സൺ, ഇവർക്ക് എന്താണ്? ലേബർ റൂമിനകത്ത് എൻട്രി ഉണ്ട്. ഓക്കെ, അവർക്ക് പെർമിഷൻ ഉണ്ട്. അതേസമയം ക്ലീനിങ് സ്റ്റാഫിന് റെഗുലർ ഇന്റർവെൽസിൽ മാത്രമായിരിക്കണം അകത്തേക്ക് പ്രവേശിക്കാൻ പെർമിഷൻ ഉള്ളൂ. ക്ലിയർ ആണോ? Then third point, ബർത്ത് പാർട്ട്ണർ എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടീനെയാണോ അതോ സപ്പോർട്ട് പേഴ്സൺ ഹസ്ബൻഡ് ആയിരിക്കാം. ആ പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അകത്ത് കയറാനായിട്ട് പെർമിഷൻ ഉള്ള ആള്. Okay, then before getting into the room, slippers, cap and mask should be worn by all visitors including the companion. Okay, അപ്പൊ ആരൊക്കെയാണ് അകത്ത് കയറുന്ന? എല്ലാവരും, ഇൻക്ലൂഡിങ് കമ്പാനിയൻ, ആ സപ്പോർട്ട് പേഴ്സൺ ഉൾപ്പെടെ എല്ലാവരും എന്താണ്? ക്യാപ്പ് ആൻഡ് മാസ്ക് വെയർ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ റൂം, റൂമിനകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് ആ കമ്പാനിയൻ ഉൾപ്പെടെയുള്ള എല്ലാവരും, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നേഴ്സസ് ആയിക്കോട്ടെ, എല്ലാവരും എന്താണ്? ക്യാപ്പ്, ദെൻ മാസ്ക്, സ്ലിപ്പേഴ്സ് വെയർ ചെയ്തിരിക്കണം. പിന്നെന്താ പറയുന്നത്? എനി വിസിറ്റ് ഓഫ് പീപ്പിൾ അതർ ദാൻ ഓൺ ഡ്യൂട്ടി സ്റ്റാഫ്, പ്രഗ്നന്റ് വുമൺ ആൻഡ് ബർത്ത് കമ്പാനിയൻ ടു ദ ലേബർ റൂം ഷുഡ് ബി ഷോർട്ട് ആൻഡ് ടൈം ടു ദ ടാസ്ക് സച്ച് ആസ് ക്ലീനിങ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് പറയുന്നത് നേരത്തെ പറഞ്ഞു അല്ലെ, നേഴ്സസിന്, ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ എന്താണ് കമ്പാനിയന് അകത്ത് പ്രവേശിക്കാം. അതിൽ പെടാത്ത ആളുകളുണ്ട് അല്ലെ, ക്ലീനിങ് സ്റ്റാഫ് പോലുള്ള വർക്കേഴ്സിന് എപ്പോൾ മാത്രമാണ് എൻട്രി ഉള്ളത്? ആ റെഗുലർ ഇന്റർവെൽസിൽ എപ്പോഴാണോ ക്ലീൻ ചെയ്യേണ്ടത് ആ ടൈമിൽ മാത്രമായിരിക്കണം എൻട്രി, ആ ഷോർട്ട് പീരീഡിലേക്ക് മാത്രമായിരിക്കണം ക്ലീനിങ് സ്റ്റാഫിന് എൻട്രി ഉള്ളത്. ഓക്കെ, എന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനെ ഒരു പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിരിക്കുന്നത്? എന്തിനൊക്കെ വേണ്ടിയായിരിക്കാം? അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റിക്ക്. ഒരു കാരണം, ഒരു റീസൺ ആണ് അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അതേപോലെ തന്നെ എന്തിനു വേണ്ടിയാണ്? ആ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ. ഏതൊരു പേഷ്യന്റ് ആണെങ്കിലും അവർക്കൊരു പ്രൈവസി ഉണ്ട് അല്ലെ. അപ്പൊ ആ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം സ്റ്റാഫുകളെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, മെയിൽ സ്റ്റാഫ് എൻട്രി ഷുഡ് ബി കൺഫൈൻഡ് ഓൺലി ടു ദോസ് who are on duty or have been called for any accessories and fittings. They should be humble and gracious to the dignity and privacy of the woman. Okay, മെയിൽ സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം? മെയിൽ സ്റ്റാഫുകൾക്ക് അവരുടെ ഡ്യൂട്ടി ടൈമിൽ മാത്രമാണ് അകത്ത് എൻട്രി ഉള്ളത്. ഡ്യൂട്ടി ടൈം അല്ലാത്തപ്പോൾ എങ്ങനെയാണ്?
എന്തെങ്കിലും എന്താണ് ലേബർ റൂമിലേക്ക് എന്തെങ്കിലും ഒരു ആക്സസറീസോ ഫിറ്റിംഗ്സോ വേണ്ടി വന്നാൽ അവർ വിളിച്ചാൽ മാത്രമാണ് എൻട്രി ഉള്ളത്. അവരുടെ എൻട്രി എങ്ങനെയാണ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതെന്തിനു വേണ്ടിയാണ്? ആ പേഷ്യന്റിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാണ് ലേബർ റൂമിനകത്തേക്ക് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് നിലവിലുള്ളത്? എന്തൊക്കെയാണ് പ്രോട്ടോകോൾസ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ബഫർ സോണിലൂടെ മാത്രമായിരിക്കണം ലേബർ റൂമിലേക്ക് പ്രവേശിക്കേണ്ടത്. പിന്നെന്താണ്? എല്ലാവരും PPE വെയർ ചെയ്തിരിക്കണം. ഓക്കെ, സ്ലിപ്പേഴ്സ് എന്താണ്? ലേബർ റൂമിനകത്ത് മാത്രം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചപ്പൽസ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ്? ഡിസ്പോസിബിൾ കവർ യൂസ് ചെയ്ത് അത് കവർ ചെയ്തിരിക്കണം. പിന്നെ ആർക്കൊക്കെയാണ് പെർമിഷൻ ഉള്ളത്? ഡോക്ടേഴ്സ്, നേഴ്സ്, കമ്പാനിയൻ, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, പ്രഗ്നന്റ് വുമൺ. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും എങ്ങനെയാണ്? റെഗുലർ ഇന്റർവെൽസിലായിരിക്കണം. അവർക്ക് ആവശ്യം വരുന്ന ടൈമിൽ മാത്രമായിരിക്കണം അകത്തേക്ക് പെർമിഷൻ ഉള്ളത്. ദെൻ പിന്നെന്തായിരുന്നു? മെയിൽ സ്റ്റാഫുകളുടെ കാര്യം എങ്ങനെയാണ്? അവർ ഓൺ ഡ്യൂട്ടി ടൈമിൽ മാത്രമായിരിക്കണം അകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഡിവൈസുകൾ ആവശ്യം വന്നാൽ അത് കൊണ്ടുവരാനോ അത് ഫിറ്റ് ചെയ്യാനോ ആ ടൈമിൽ മാത്രമാണ് മെയിൽ സ്റ്റാഫുകൾക്ക് ലേബർ റൂമിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആണോ? Then next one ആണ് protocols for working in the labor room. അപ്പൊ ലേബർ റൂമിനകത്ത് ലേബർ റൂമിനകത്ത് നമ്മൾ ചില പ്രോട്ടോകോൾസ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളാ ഫോളോ ചെയ്യേണ്ടത്? എന്തൊക്കെ പ്രോട്ടോകോൾസ് ആ ഉള്ളത്? ഫസ്റ്റ് വൺ എന്താണ്? All the staff must wear personal protective at the time of performing delivery and at all other times caps and masks must be worn. എന്താണ് പറയുന്നത്? എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും ഡെലിവറി ടൈമിൽ ആണെങ്കിലും അല്ലെങ്കിൽ എക്സാമിൻ പരിശോധന വേളയിലാണെങ്കിലും എന്ത് ചെയ്യണം? PPE വെയർ ചെയ്തിരിക്കണം. ഓക്കെ, ആ ചൈൽഡ് ബർത്ത് പ്രോസസിന്റെ ടൈമിൽ എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും PPE വെയർ ചെയ്തിരിക്കണം. അതല്ലാത്ത ടൈമിലാണെങ്കിലും ക്യാപ്സും മാസ്കും മസ്റ്റ് ആയിട്ടും വെയർ ചെയ്തിരിക്കണം. Then disposable sterile gloves should be used after accurate hand washing while examining or the delivery. ഓക്കെ, നമ്മളൊരു സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപായിട്ട് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. അതിന് പറയുന്ന മെത്തേഡ് എന്തായിരുന്നു? സ്ക്രബിംഗ് മെത്തേഡ്. സ്ക്രബിംഗ് മെത്തേഡ് ഫോളോ ചെയ്തതിന് ശേഷമായിരിക്കണം ഒരു സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യേണ്ടത്. Protocol for infection prevention, adherence, sorting out and disposable in the bins should strictly be adhered and the protocol poster should be wall mounted in the area where color coded bins are located. അല്ലേ, ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ ചില പ്രോട്ടോകോൾസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു ആ പ്രോട്ടോകോൾസ്? എന്തൊക്കെയായിരുന്നു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? PPE വെയർ ചെയ്യണം, അതൊരു പ്രോട്ടോകോൾ ആണ്. ഓക്കെ, ദെൻ പിന്നെന്തൊക്കെയാണ്? സൊല്യൂഷൻ ഉപയോഗിച്ച് ഓക്കെ, ഏത് സൊല്യൂഷൻ യൂസ് ചെയ്യണം, അത് എത്ര ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യണം? ഓക്കെ, അതൊരു പ്രോട്ടോകോൾസ് ഉണ്ട്. ബ്ലഡ് ആണെങ്കിൽ 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതൊരു പ്രോട്ടോകോൾ ആണ്. പിന്നെന്തൊക്കെയായിരിക്കാം? പ്രോപ്പർ സൊല്യൂഷൻ യൂസ് ചെയ്ത് ആ ഏരിയ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ജെം ഫ്രീ ആയിട്ട് ലേബർ റൂം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്താ മനീഷ? സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സ് ഒക്കെ മാത്രമേ യൂസ് ചെയ്യുന്നു. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ഫോളോ ചെയ്തിരിക്കണം. ഡിവൈസുകൾ എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. വേണ്ടേ? ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡിസ്പോസ് ചെയ്യണം. ഡിസ്പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എല്ലാ വേസ്റ്റുകളെയും സോർട്ട് ഔട്ട് ചെയ്യാതെ ഒരേ ബിന്നിലാണ് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യേണ്ടത്. സെപ്പറേറ്റ് കളർ കോഡ്. ഒരു ലേബർ റൂമിൽ പലതരത്തിലുള്ള വേസ്റ്റുകൾ വരാം അല്ലേ? അപ്പൊ ആ വേസ്റ്റുകൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓരോ കളർ കോഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ കളർ കോഡ് അനുസരിച്ചുള്ള കണ്ടെയ്നറിലായിരിക്കണം ഓരോ തരം വേസ്റ്റുകളെയും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം, വേർതിരിച്ചിട്ട് വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്?
ഈ കളർ കോഡ് ബിൻസ് എന്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേസിൽ ആ വോൾസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോട്ടോകോൾസുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ പേസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, പോസ്റ്റർ പതിച്ചിരിക്കണം. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അകത്ത് പറയുന്നത്? ലേബർ റൂമിന് അകത്ത് പാലിക്കേണ്ട പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? എല്ലാവരും PPE വെയർ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്തായിരുന്നു? ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപായിട്ട് എന്താണ് സ്ക്രബിംഗ് മെത്തേഡ് ഫോളോ ചെയ്തിരിക്കണം. പിന്നെന്തായിരുന്നു? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്. അപ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില ചില മെത്തേഡുകൾ ഉണ്ട്, ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? പ്രോപ്പർ ആയിട്ട് ലേബർ റൂം ജെം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, സ്ക്രബിങ് ചെയ്യണം, PPE വെയർ ചെയ്യണം. അതേപോലെ തന്നെ ഡിസ്പോസിന്റെ ടൈമിൽ എന്താണ് വേസ്റ്റുകളെല്ലാനും പ്രോപ്പർ ആയിട്ടുള്ള കളർ കോഡ് അനുസരിച്ചുള്ള ബാഗുകളിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഡിസ്പോസ് ബിൻസ് ലൊക്കേറ്റ് ചെയ്യുന്ന പ്ലേസിലെ ആ വോളില് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോട്ടോകോൾസുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റർ പേസ്റ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? Then മേഘ, എന്തൊക്കെയാണ് നമ്മളിപ്പോ പഠിച്ചത്? പ്രോട്ടോകോൾസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ചെയ്യുമ്പോഴുള്ള വെയർ ധരിക്കണം. പിന്നെ അതിനു മുമ്പാണെങ്കിൽ അല്ലാത്ത ടൈമില് മാസ്കും ക്യാപ്സ് ഒക്കെ ഉപയോഗിക്കണം. പിന്നെ ഗ്ലൗസ്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് ലേബർ റൂമിലേക്ക് എൻട്രി ചെയ്യാൻ പാടുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് പറ്റില്ല, ഓഫർ സോണിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റൂ. ബഫർ സോൺ, അതന്നെ, സോറി, ബഫർ സോണിലൂടെ ആയിരിക്കണം എൻട്രി ചെയ്യാവുള്ളൂ. പിന്നെ ചേഞ്ച് ഷൂ ആണെങ്കിൽ അത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് കവർ ചെയ്തിട്ടൊക്കെ ആയിരിക്കണം എൻട്രി ചെയ്യാനായിട്ട്. പിന്നെ പ്രഗ്നന്റ് വുമണിനെ കാണാനായിട്ട് അവരുടെ സപ്പോർട്ടിംഗ് പേഴ്സണോ ഡോക്ടർക്കും നേഴ്സിനും ഒക്കെ ആയിരിക്കാം എൻട്രി ചെയ്യാവുന്നത്. അല്ലാത്ത സ്റ്റാഫുകൾക്കൊക്കെ അവരുടെ ടൈമിലാണ്, ഡ്യൂട്ടി ടൈമിലാണ്, റെഗുലർ ഇന്റർവെൽ ടൈമിലാണ് കയറാൻ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഇതിന് ചെയ്യുന്നതിന് മുമ്പ് സ്ലിപ്പേഴ്സ്, ക്യാപ്സും മാസ്കും ഒക്കെ ധരിക്കണം പ്രവേശിക്കുന്നതിന് മുമ്പ്. എന്താണ് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് വെയർ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ വിസിറ്റ് പീപ്പിൾ, ക്ലീനിങ് സ്റ്റാഫുകൾക്ക് എന്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ടൈമിൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. വാട്ട് അബൌട്ട് മെയിൽ സ്റ്റാഫ്? മെയിൽ സ്റ്റാഫിന് അവരുടെ ഡ്യൂട്ടിയിൽ മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ടൈമിൽ എന്തെങ്കിലും ആക്സസറീസിനോ എന്തെങ്കിലും ഫിറ്റ് ചെയ്യാനായിട്ട്, അത് പ്രൈവസി, അതായത് വുമന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രോട്ടോകോൾ കൊണ്ടുവന്നിരിക്കുന്നു. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ലേബർ റൂമിനകത്ത് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ പ്രോട്ടോകോൾസാ കൊണ്ടുവന്നിരിക്കുന്നത്? അഞ്ജലി. എല്ലാ സ്റ്റാഫും പരിശോധിക്കുന്ന സമയത്ത് PPE കെയർ ചെയ്യണം, വെയർ ചെയ്യണം. അതല്ലാത്ത സമയത്ത് മാസ്കും ക്യാപ്പും നിർബന്ധമായിട്ടും വെയർ ചെയ്തിട്ട് വേണം കയറാനായിട്ട്. പിന്നെ നമ്മള് ഗ്ലൗസ് ധരിക്കുന്നതിന് മുൻപ് സ്ക്രബിങ് നിർബന്ധമായിട്ടും നടത്തണം. പിന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോട്ടോകോൾസും കാര്യങ്ങളുണ്ട്. അതിൽ പെടുന്നതാണ് PPE, അതേപോലെ ഹാൻഡ് വാഷ്, പ്രോപ്പറായിട്ട് സ്റ്റെറൈൽ ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കണം. പിന്നെ ബോഡി ഫ്ലൂയിഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ വെച്ച് വാഷ് ചെയ്യണം. പിന്നെ ജം ഫ്രീ ആയി മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഡിസ്പോസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതേപോലെ പ്രോട്ടോകോൾസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വേസ്റ്റിനൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത ശേഷം ആപ്റ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ മാത്രം നമ്മളതിനെ ഡിസ്പോസ് ചെയ്യണം. കളർ കോഡൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യണം. പിന്നെ പ്രോട്ടോകോൾ പോസ്റ്റർ വോളിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കളർ കോഡിന്റെ ബിൻസിന്റെ സമീപമായിട്ട് ആ വോൾസിൽ എന്താണ് പ്രോട്ടോകോൾസിന്റെ പോസ്റ്റർ പേസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ 2 പ്രോട്ടോകോൾസും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക്
supervision for quality of care in the labor room. Supervision for quality of care in the labor room. അഗെയിൻ അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റി ഉറപ്പ് വരുത്തുന്നതിന് എന്താണ് ലേബർ റൂമിലെ ക്വാളിറ്റി കെയർ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അവർക്ക് കൊടുക്കുന്ന കെയർ എങ്ങനെയുള്ളതാണ്, പ്രോപ്പർ ആയിട്ട് കെയർ ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യണ്ടേ. ഓക്കെ, അത് സൂപ്പർവൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കാം എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു സൂപ്പർവൈസറിനുള്ളത്. should have a neatness checklist for evaluation that should be completed and signed by the supervisor who conduct a visit of the labor room. Okay, അപ്പൊ സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി എന്താണ്? ലേബർ റൂമിനകത്ത് എല്ലാ ക്വാളിറ്റി കെയറും ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, നീറ്റ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഒരു സൂപ്പർവൈസർ ആണ്. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെക്ക് ലിസ്റ്റ് ലേബർ റൂമിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ ചെക്ക് ലിസ്റ്റ് നോക്കി എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നതെന്ന് ചെക്ക് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി സൂപ്പർവൈസർക്കുണ്ട്. ഓക്കെ, അത് ചെക്ക് ചെയ്താൽ മാത്രം പോരാ, ആ ചെക്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം, സൈൻ ചെയ്യേണ്ടതും ഒരു സൂപ്പർവൈസർ ആണ്. ക്ലിയർ ആണോ? ഒരു വട്ടം കൂടി പറയാം. ഞാൻ പറയാം. ഓക്കെ, അപ്പൊ സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ലേബർ റൂമിലെ നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ലേബർ റൂം ഇൻചാർജ് ആയിട്ടുള്ള സൂപ്പർവൈസർ ആണ്. ഓക്കെ, അത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലേബർ റൂമിനകത്ത് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ പലതരം കാര്യങ്ങൾ എന്തൊക്കെ ഏത് രീതിയിലുള്ള കെയർ ആണ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ ചെക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നതെന്ന് ചെക്ക് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി സൂപ്പർവൈസർക്കുണ്ട്. അതേപോലെ തന്നെ ഈ ചെക്ക് ലിസ്റ്റ് സൈൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും സൂപ്പർവൈസർക്കുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഒരു ചെക്ക് ലിസ്റ്റ് ലേബർ റൂമിൽ ഉണ്ടായിരിക്കും. അത് ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ ആ ചെക്ക് ലിസ്റ്റ് സൈൻ ചെയ്യുകയും വേണം. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? The facility in charge should visit labor room twice during each week. ഓക്കെ, ആഴ്ചയിൽ 2 തവണയെങ്കിലും ലേബർ റൂമിന്റെ ഇൻചാർജ് ഉള്ള വ്യക്തി എന്താണ്, ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, കെയറുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി കെയർ ആണോ ലേബർ റൂമിനകത്തുള്ള പേഷ്യൻസിന് കൊടുക്കുന്നതെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇൻചാർജ് പേഴ്സൺ എന്ത് ചെയ്തിരിക്കണം? ആഴ്ചയിൽ 2 തവണയെങ്കിലും ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? ആ ലേബർ റൂമിനകത്തെ ക്വാളിറ്റി കെയറിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ചെക്ക് ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരാം? നീറ്റ്നെസ്. വെരി ഗുഡ്, നീറ്റ്നെസ് ചെക്ക് ചെയ്യണം അല്ലേ. നീറ്റ് ആയിട്ട് ആ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ അവിടുത്തെ ആക്സസറീസ് ഒക്കെ കറക്റ്റ് ആണോന്ന്, പ്രോപ്പർ ആയിട്ട് ഇലക്ട്രോണിക്സ് ആ കാര്യം ചെക്ക് ചെയ്യണം. പിന്നെന്തൊക്കെ ആയിരിക്കാം? നമ്മൾ പറഞ്ഞല്ലേ ചെയ്യേണ്ടതുണ്ടല്ലേ, വൈറ്റൽ സയൻസൊക്കെ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. ആ ഇൻസ്ട്രുമെന്റ്സ് ചെക്ക് ചെയ്യണം, അവരുടെ വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യണം. അത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ? റെഗുലർ ഇന്റർവെൽസിൽ എന്താണ് അമ്മയുടെയും കുഞ്ഞിന്റെയും കെയർ നമ്മൾ ചെയ്യണം വേണ്ടേ? അവരെ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ? പിന്നെന്തെങ്കിലും ഉണ്ടോ? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും സപ്പോർട്ടും കൊടുക്കണം വേണ്ടേ? അപ്പൊ ഇക്കാര്യം ഇതിനൊക്കെ വേണ്ടി എന്താണ് ഒരു ഇൻചാർജ് പേഴ്സൺ ആഴ്ചയിൽ 2 തവണയെങ്കിലും എന്ത് ചെയ്യണം? ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ ചെക്ക് ലിസ്റ്റ് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് എന്താണ് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസർ ആണ്. അതേപോലെ തന്നെ ചെക്ക് ലിസ്റ്റ് സൈൻ ചെയ്യേണ്ടതും ആരാണ്? സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെന്തായിരുന്നു? ലേബർ റൂം ആഴ്ചയിൽ 2 തവണയെങ്കിലും
വിസിറ്റ് ചെയ്തിരിക്കണം. Then the third one, the OBG or MU. എന്താ MU? MU മെഡിക്കൽ യൂണിറ്റ്. ഓക്കെ, മെഡിക്കൽ യൂണിറ്റ്. ആൻഡ് OBG എന്താ? ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. obstetrician and gynecologist or medical unit. കിട്ടിയോ? അപ്പൊ എന്താണ് ഈ മെഡിക്കൽ യൂണിറ്റ്? ഇൻ ചാർജ് ഓഫ് ദ ലേബർ റൂം ഈസ് റിക്വയർഡ് വിസിറ്റ് ദ ലേബർ റൂം ട്വൈസ് എവറി ഡേ. ഓക്കെ, ഈ ചാർജ് OBG ആണത് കേട്ടോ. എന്താ? ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. obstetrician and gynecologist. MU എന്താ? മെഡിക്കൽ യൂണിറ്റ്. അപ്പൊ എന്താണ് ഈ മെഡിക്കൽ യൂണിറ്റ്? എന്താണ്? ദിവസവും 2 തവണയെങ്കിലും ഈ ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഒബ്സ്റ്റട്രീഷ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, ഇവർ ഉൾപ്പെടുന്ന ഈ മെഡിക്കൽ യൂണിറ്റ് ദിവസത്തിൽ 2 തവണയെങ്കിലും ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയാണ്? 2 തവണ വിസിറ്റ് ചെയ്യുമ്പോൾ എന്താണ്? എന്തെങ്കിലും പ്രോബ്ലംസ് കണ്ടെത്തിയാൽ ഉടൻ തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അല്ലെ? 2 പ്രാവശ്യം രാവിലെയും വൈകിട്ടും ഈവനിങ്ങിലും എന്താണ്? വിസിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയല്ലേ? അല്ലെ? അപ്പൊ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കണ്ടെത്തിയാൽ ഉടൻ തന്നെ അത് പരിഹരിക്കാനായിട്ട് അവർക്ക് കഴിയുന്നതാണ്. Then the fourth one, the nursing supervisor or nurse in charge should visit at least once in every shift. നേഴ്സസ് അവർക്ക് നമുക്കറിയാമല്ലേ, ഷിഫ്റ്റ് ബേസിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഷിഫ്റ്റിലും എന്താണ്? അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു പ്രാവശ്യമെങ്കിലും ഈ ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ്, ആ ഷിഫ്റ്റ് വരുമ്പോൾ ഏത് നേഴ്സ് ആണോ അവർക്ക് എന്താണ്? ഈ ഷിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെ? ആ ഡ്യൂട്ടീസ് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യേണ്ടത് ആ ഡ്യൂട്ടീസ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു പ്രാവശ്യമെങ്കിലും ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. Then the supervisors should also analyze the availability of essential supplies and also make sure that all essential practices are being done suitably and in a timely manner. അപ്പൊ സൂപ്പർവൈസറിന്റെ മറ്റു ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരിക്കാം? അവിടെ അകത്ത് പാലിക്കേണ്ട എല്ലാ എസെൻഷ്യൽ പ്രാക്ടീസസും സമയബന്ധിതമായിട്ട്, ഉചിതമായിട്ടും സമയബന്ധിതമായിട്ടും നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? സൂപ്പർവൈസർ ആണ്. അതേപോലെ തന്നെ ലേബർ റൂമിനകത്ത് ധാരാളം ഡിവൈസസുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം പ്രോപ്പർ ആയിട്ട് എന്താണ്? വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പിന്നെന്തൊക്കെയായിരിക്കാം? എന്താണ്? അവിടെ നടക്കുന്ന എല്ലാ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പിന്നെന്താണ്? അവിടെ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ എല്ലാ സപ്ലൈസും ഡിവൈസ് ആയിക്കോട്ടെ മെഡിസിൻസ് ആയിക്കോട്ടെ അതിന് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം, ഉറപ്പുവരുത്തണം. വേണ്ടേ? ലേബർ റൂമിൽ ആവശ്യമായ എല്ലാ മരുന്നുകളും എല്ലാ ഉപകരണങ്ങളും അതിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തണം. അതൊരു സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെന്തൊക്കെയായിരിക്കാം? PPE അല്ലെ? മെഡിസിൻസ്, അതേപോലെ PPE ഇൻഫെക്ഷൻ കൺട്രോൾ ഡിവൈസുകൾ ഉണ്ട് അല്ലെ? അതെല്ലാം ലേബർ റൂമിൽ അവൈലബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തണം. പിന്നെന്തായിരുന്നു? ഓരോ മെഡിസിൻസും അല്ലെങ്കിൽ ഓരോ സപ്ലൈസും തീരുന്നതിനനുസരിച്ച് അത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും സൂപ്പർവൈസർ ആണ്. ക്ലിയർ ആണോ? ഓരോ സ്റ്റോക്കും റീഫില്ല് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും സൂപ്പർവൈസർ ആണ്. പിന്നെ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഉണ്ട് അല്ലെ? അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതും ആരാണ്? ഒരു സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ലേബർ റൂമിനകത്ത് ഉപയോഗിക്കുന്ന ഡിവൈസുകൾ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ? മെഡിസിൻസ് എല്ലാം എന്താണ്? റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ? പിന്നെന്താണ്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും സൂപ്പർവൈസറിനുണ്ട്. Then the last point,
Every month, a labor room practice review meeting should be arranged at each facility where all staff involved in care in the labor room should take part. They should ponder on ways to improve the quality in the labor room. Feedback of supportive supervision should also be shared during these meetings. എന്താണ് എല്ലാ മാസത്തിലും എന്താണ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അത് സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ലേബർ റൂമിലെ കെയറുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടി മന്ത്ലി ഒരു മീറ്റിംഗ് ക്രമീകരിക്കേണ്ട റെസ്പോൺസിബിലിറ്റിയും സൂപ്പർവൈസറിനാണ്. ഓക്കെ, ആ മീറ്റിംഗിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത്? ലേബർ റൂമിലെ കെയറിന്റെ ക്വാളിറ്റി ഓഫ് കെയറിന്റെ ക്വാളിറ്റി കൂട്ടുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ മീറ്റിംഗിൽ എന്താണ് അവർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. എല്ലാ സ്റ്റാഫുകൾക്കും ഷെയർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളോ സജഷൻസോ ഉണ്ടെങ്കിൽ അതും ഈ മീറ്റിംഗിന്റെ ടൈമിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഫീഡ്ബാക്കുകൾ എന്താണ് കൊടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് മന്ത്ലി ഒരു മീറ്റിംഗ്സ് എന്താണ് കണ്ടക്ട് ചെയ്യേണ്ടതും ക്രമീകരിക്കേണ്ടതും ആരാണ്? സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്തൊക്കെയാണ് ആ മീറ്റിംഗിൽ? ലേബർ റൂമിന്റെ ക്വാളിറ്റി, കെയറിന്റെ ക്വാളിറ്റി കൂട്ടാൻ ആവശ്യമായ നടപടികൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ഫീഡ്ബാക്കും മീറ്റിംഗിൽ പറയാവുന്നതാണ്. Labor room should thus provide standardized and high quality service during childbirth. Control of infection and safety are also vital factors looked into the labor room. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ? ചൈൽഡ് ബർത്ത് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും ആ ലേബർ റൂമിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ, പിന്നെന്താണ് പേഷ്യന്റിന്റെ സേഫ്റ്റി, ഇതെല്ലാം ഉറപ്പുവരുത്തേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഒരു സൂപ്പർവിഷൻ? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതല്ലോ? ലേബർ റൂമിനകത്ത് ക്വാളിറ്റി ഓഫ് കെയർ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ്? നീറ്റ്നെസ് ആയിട്ട് ചെക്ക് ലിസ്റ്റ് വാലുവേറ്റ് ചെയ്യണം. ഓക്കെ, നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചെക്ക് ലിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുകയും സൈൻ ചെയ്യേണ്ടതും സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ 2 പ്രാവശ്യം ലേബർ റൂം വിസിറ്റ് ചെയ്യണം. ആഴ്ചയിൽ 2 പ്രാവശ്യം എന്താണ് ഇൻചാർജ് ആയിട്ടുള്ള പേഴ്സൺ ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. പിന്നെന്താണ്? OBG. ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. ഓക്കെ, ഡോക്ടേഴ്സ് ആണ് ഒബ്സ്റ്റട്രീഷ്യനും ഗൈനക്കോളജിസ്റ്റും. ഓക്കെ, ഓർ മെഡിക്കൽ യൂണിറ്റ്. അവരെന്താണ് ആ ദിവസത്തില് 2 തവണയെങ്കിലും ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. പിന്നെന്താ പറയുന്നത്? നേഴ്സിംഗ് സൂപ്പർവൈസർ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും. ആഴ്ചയിലല്ല, ഓരോ ഷിഫ്റ്റിലും. ഓക്കെ, ഷിഫ്റ്റ് ബേസ് ആണ് ജോലി ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് അവരല്ലേ. ഓരോ ഷിഫ്റ്റിലും അറ്റ്ലീസ്റ്റ് 1 പ്രാവശ്യമെങ്കിലും ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ദെൻ പിന്നെന്താണ്? സൂപ്പർവൈസറിന്റെ മറ്റ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? എല്ലാ സപ്ലൈസും അതിന്റെ അവൈലബിലിറ്റി അനലൈസ് ചെയ്യണം. ഓക്കെ, പിന്നെ പ്രാക്ടീസ് ആണ് അവിടെ കൊടുത്തത് എന്ന് ചെക്ക് ചെയ്യണം. പ്രാക്ടീസസ് ടൈമിലി നടക്കുന്നുണ്ടോന്ന്, ഉചിതമായിട്ട് നടക്കുന്നുണ്ടോന്നും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസർ ആണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത് ആ ടൈമില്? മെഡിസിൻസ് അവൈലബിൾ ആണോ അല്ലെ? PPE അവൈലബിൾ ആണോ? നമ്മൾ ഉപയോഗിക്കേണ്ട ഡിവൈസുകൾ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ പിന്നെന്താണ്? മെഡിസിൻസിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് റീഫില്ല് ചെയ്യുന്നുണ്ടോ, തീരുന്നതിനനുസരിച്ച് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ, തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതും ഒരു സൂപ്പർവൈസർ ആണ്. പിന്നെന്താണ്? ക്വാളിറ്റി കെയർ. മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കണം അല്ലെ? മന്ത്ലി വൺസ് എന്താണ് ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കണം. ആ മീറ്റിംഗിൽ എല്ലാ സ്റ്റാഫുകളും പങ്കെടുത്തിരിക്കണം. പിന്നെന്താണ്? സൂപ്പർവിഷന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ ആ സമയത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ
ലേബർ റൂമിലെ ക്വാളിറ്റി കെയറിന്റെ ക്വാളിറ്റി ഉയർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങളും ഈ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലേബർ റൂം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ചാപ്റ്റർ 32 ആ ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. എല്ലാവരും കയ്യിൽ പ്രിന്റ് ഉണ്ടായിരിക്കണം, എല്ലാവരുടെയും കയ്യിൽ. ചാപ്റ്റർ 32 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? ലേബർ റൂമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഫസ്റ്റ് എന്തായിരുന്നു എൽമ? എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചത്? മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏരിയാസ്. ഏതൊക്കെയാ ഏരിയാസ്? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, ഓക്കെ, ദെൻ പ്രീ ഡെലിവറി റൂം, ഡെലിവറി ഓർ ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. റിസീവിംഗ് ഏരിയയുടെ പ്രത്യേകത എന്താണ്? പേഷ്യന്റ് അറൈവ് ചെയ്യുന്നതും ഇനീഷ്യൽ, അതായത് ഇനീഷ്യൽ കെയർ കൊടുക്കുന്നതും അവിടെയാണ്. വന്നു ചേരുന്നത്, പേഷ്യന്റ് വന്നു ചേരുന്നതും എല്ലാം എവിടെയാണ്? ഈ റിസീവിംഗ് ഏരിയയിലാണ്. എക്സാമിനേഷൻ ഏരിയ എന്താണ്? ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യുന്നത് ഇവിടെയാണ്. ഒരു പ്രൈവറ്റ് റൂം ഇതിനു വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ പ്രീ ഡെലിവറി റൂം. ഡെലിവറിക്ക് മുൻപ് നമ്മൾ പ്രിപ്പയർ ആവേണ്ടത് ഈ റൂമിൽ വെച്ചിട്ടാണ്. വിറ്റൽ സൈൻസ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിവൈസുകളും ഉണ്ട്. ഡെലിവറി ലേബർ അല്ലെങ്കിൽ ലേബർ റൂം. ചൈൽഡ് പ്രോസസ് നടക്കുന്നത് ഇവിടെയാണ്, ചൈൽഡ് ബർത്ത്. ഓക്കെ, ദെൻ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഡെലിവറി പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ബേബിയെയും അമ്മയും ഷിഫ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് ഡെലിവറി റൂമിലേക്കാണ്, റൂമിലോട്ടായിരിക്കും. ഓക്കെ, പിന്നെന്തായിരുന്നു പഠിച്ചത്? ലേബർ റൂമിന് വേറൊരു പേര് ബർത്തിങ് യൂണിറ്റ്. ബർത്തിങ് യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്? LDR എന്തായിരുന്നു? ലേബർ ഡെലിവറി റിക്കവറി റൂം. ലേബർ ഡെലിവറി റിക്കവറി റൂം എന്നും പറയുന്നുണ്ട് അല്ലെ? പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഒബ്സ്റ്ററ്റിക്സ് ചൈൽഡ് ബർത്ത് ഡീൽ ചെയ്യുന്നു, പ്രഗ്നൻസി പീരീഡ്, പോസ്റ്റ് പാർട്ടം പീരീഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്ററ്റിക്സ്. ഓക്കെ, ഗൈനക്കോളജി എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദെൻ ഒരു ലേബർ റൂമിന്റെ ലൊക്കേഷൻ എവിടെ ആയിരിക്കണം? എങ്ങനെയായിരിക്കണം? കൺവീനിയന്റ് ആയിരിക്കണം, ഐസൊലേറ്റഡ് ഏരിയ. ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം അല്ലെ? കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പിന്നെന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? എന്തോ? ഓപ്പറേഷന്റെ അടുത്തായിരിക്കണം. എമർജൻസി എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കണം അല്ലെ? എന്തെങ്കിലും ഒരു എമർജൻസി സിസേറിയനോ ചെയ്യേണ്ടി വന്നാൽ എന്താണ്, പെട്ടെന്ന് തന്നെ ആ പേഷ്യന്റിനെ ലേബർ റൂമിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാനായിട്ട് കഴിയണം. ഓക്കെ, പിന്നെന്താണ്? ആ റിസീവിംഗ് ഏരിയയിൽ നിന്ന് മറ്റു തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ നേരിട്ട് ലേബർ റൂമിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കണം പാസേജ് സെറ്റ് ചെയ്യേണ്ടത്. ദെൻ ലേബർ റൂമിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം? ആവശ്യത്തിന് വലിപ്പമുള്ള ഡോറും റൂമും ആയിരിക്കണം. ദെൻ ലൈറ്റ്, ആവശ്യത്തിന് ലൈറ്റ്, പവർ ബാക്ക് വെന്റിലേഷൻ, ഡ്രൈനേജ് ഏരിയ ഉൾപ്പെട്ടതായിരിക്കും. എന്താ ഡ്രൈനേജ് ഏരിയ? പെയിൻ ഒക്കെ ഇട്ട് വരുന്ന പേഷ്യൻസിനെ കിടത്തുന്ന പേഷ്യന്റിനെ അവരുടെ സിംറ്റംസിന്റെ കേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ഏരിയ അല്ലേ? എല്ലാ പേഷ്യന്റിനെയും ഡയറക്റ്റ് ആയിട്ട് ലേബർ റൂമിലേക്ക് അല്ല കൊണ്ടുപോകുന്നത് അല്ലേ? ഓരോ സിംറ്റംസിന്റെ ബേസിലാണ് അവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഏരിയയാണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. പിന്നെ ഏതൊക്കെയാണ്?
autoclaved supplies, common supplies, towels, linen, etc. Okay. പിന്നെ എങ്ങനെയായിരിക്കണം? സൗണ്ട് പ്രൂഫ് ആയിരിക്കണം എന്ന് പറഞ്ഞല്ലേ? പേഷ്യന്റിന്റെ എന്താണ് കംഫർട്ടിന് വേണ്ടി ലേബർ റൂം എങ്ങനെയായിരിക്കണം? സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. പിന്നെ എത്രയായിട്ടാണ് LDR ലേബർ റിക്കവറി ഡെലിവറി റൂമിനെ എത്ര സോണായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഏതൊക്കെയാണ് ആ സോണുകള്? 3 ആയിട്ട് ഡിവൈഡ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനീഷ കണ്ടിന്യൂ. മനീഷ. ഓക്കെ, മനീഷ. യെസ് മാം, 3 ആയിട്ടാണ്. അത് ഒന്ന് അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. അൺസ്റ്റെറൈൽ സോണിൽ ഏതൊക്കെ ഏരിയാസ് ഉൾപ്പെടുന്നത്? അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി. അത് പേഷ്യൻസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ പേഷ്യൻസിന്റെ റെക്കോർഡൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ ആയിട്ട്. വെയിറ്റിംഗ് ഏരിയ പേഷ്യൻസിന്റെ കൂടെ വരുന്ന ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ. പബ്ലിക് യൂട്ടിലിറ്റിയിൽ ടോയ്ലറ്റ് അങ്ങനെയുള്ള ഏരിയാസ് വരുന്നത്. പ്രൊട്ടക്റ്റീവ് സോണില് ചേഞ്ചിങ് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം. ചേഞ്ചിങ് റൂമിൽ നമുക്ക് PPE വെയർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള റൂം. പ്രീ ലേബർ റൂം നമ്മൾ ഡെലിവറിക്ക് തൊട്ട് മുന്നേ വൈറ്റൽ സയൻസ് ഒക്കെ നോക്കാനായിട്ട് ഉള്ള. പിന്നെ മെഡിക്കൽ സ്റ്റോർ, ഡ്യൂട്ടി റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനാവശ്യമുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള റൂം. ഡെലിവറി സോൺ അവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു റൂം ആയിരിക്കും. സ്ക്രബിംഗ് സ്റ്റേഷൻ ഉണ്ടാവും, ഡെലിവറി റൂമും ഉണ്ടാവും. സ്ക്രബിംഗ് സ്റ്റേഷനിൽ നമ്മൾ സ്ക്രബിംഗ് മെത്തേഡ്സ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം. ചെയ്യുന്നതിന് മുൻപ് ഫോളോ ചെയ്യേണ്ട മെത്തേഡ്സുകളാണ് സ്ക്രബിംഗ് മെത്തേഡിൽ വരുന്നത്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആയിരിക്കണം ഈ ലേബർ റൂമുമായി ബന്ധപ്പെട്ട് വേണ്ടത്? എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്? ദിവ്യ. നഴ്സിംഗ് സ്റ്റേഷൻ, സൂപ്പർവൈസേഴ്സ് ഓഫീസർ, വെയിറ്റിംഗ് റൂം, scrub areas and washing areas, duty room, toilet facility, cloth changing area, rooms designed for the storage of equipment and medicines, sterilizing facilities, clinical areas, child and anti-skid flooring, centrally air conditioned. ഓക്കെ, എങ്ങനെയുള്ള ഫ്ലോർ ആയിരിക്കണം ലേബർ റൂമിൽ വേണ്ടത്? ആന്റി-സ്കിഡ് ആയിരിക്കണം. മ്യൂട്ട് ചെയ്തോളൂ. ആന്റി സ്കിഡ് ഫ്ലോറിംഗ് ആയിരിക്കണം അല്ലേ? എന്താണ്, വീഴാത്ത തരത്തിലുള്ള ഫ്ലോർ ആയിരിക്കണം ലേബർ റൂമിൽ എന്താണ് സെറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എയർ കണ്ടീഷൻ. എന്താണ് സെൻട്രലി എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാല്? എല്ലാ റൂമിലും എയർ കണ്ടീഷൻ. എല്ലാ റൂമുകൾക്കും പൊതുവായിട്ട് ഒരു എയർ കണ്ടീഷൻ അല്ലേ? അതാണ് സെൻട്രലി എയർ കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? എന്താണ് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞെന്താ? അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് പ്രോട്ടോകോൾ. മാർഗനിർദ്ദേശങ്ങളെയാണ്, ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രോട്ടോകോൾസ്? എവിടെയൊക്കെയാണ് പ്രോട്ടോകോൾസ് വരുന്നത്? അഡ്മിഷൻ ടൈമിൽ ചില പ്രോട്ടോകോൾസ് ഉണ്ട് അല്ലേ? പിന്നെ ട്രാഫിക് കൺട്രോൾസ്, വിസിറ്റേഴ്സിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതൊരു പ്രോട്ടോകോൾ ആണ്. ദെൻ വാർഡുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ എന്താണ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത് പാലിച്ചിരിക്കണം. പിന്നെന്തായിരുന്നു? ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ? ഇപ്പോൾ ഒരു കെമിക്കൽ സ്പില്ലേജ് ഉണ്ടായാൽ ആ ദുരന്തത്തെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു പ്രോട്ടോകോൾസ് ഹോസ്പിറ്റലുകൾക്ക് ഉണ്ടായിരിക്കും. അത് ഫോളോ ചെയ്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താണ്? ഇൻപേഷ്യന്റ് കെയർ അല്ലെ? പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രോട്ടോകോൾസ് ഉണ്ട്. പിന്നെന്തായിരുന്നു? പോസ്റ്റ്മോർട്ടം കെയറിൽ എങ്ങനെയാണ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതിന് വ്യക്തമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾസ് ഉണ്ട്. അതേപോലെ തന്നെ ന്യൂ ബോൺ കെയറുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ് ഏതൊക്കെ ആയിരിക്കാം? അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തിരിക്കണം. ദെൻ പിന്നെന്താണ്? വെയിറ്റ്, ഹൈറ്റ് അല്ലെ? എല്ലാം നമ്മൾ മെഷർ ചെയ്തിരിക്കണം. ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഏതൊക്കെയാ? ലേബർ ടേബിൾ. ലേബർ ടേബിൾ ഈസ് വൺ ഓഫ് ദി ക്രൂഷ്യൽ ടൂൾസ് ആണ്. ഓക്കെ, ഏതാണ്?
റേഡിയന്റ് വാമർ, റേഡിയന്റ് വാർമറിന്റെ യൂസ് എന്താണ്? ന്യൂബോൺ എന്തിനു വേണ്ടി? പറയൂ. ന്യൂബോൺ ബേബിയെ വാംത് കൺട്രോൾ ചെയ്യും. കൺട്രോൾഡ് വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് റേഡിയന്റ് വാർമർ ഉപയോഗിക്കുന്നത്. ദെൻ പിന്നെന്തായിരുന്നു? സ്റ്റെറിലൈസസ് ഉണ്ട്, ഫീറ്റൽ ഡോപ്ലർ ഉണ്ട്. എന്താ ഫീറ്റൽ ഡോപ്ലർ? ചെക്ക് ചെയ്യുന്നതിനുള്ള ഡിവൈസ് ആണ്. ദെൻ ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്തിനു വേണ്ടിയാണത്? കോൺട്രാക്ഷന്റെ ഫ്രീക്വൻസി ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ദെൻ എന്തൊക്കെയാണ് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മെഷേഴ്സ് ഏതൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്? മെഡിക്കൽ സ്റ്റാഫ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സേഫ്റ്റി പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അതിലാണ് PPE ഇൻഫെക്ഷൻ കൺട്രോളായി ബന്ധപ്പെട്ട് ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് എന്താണ്? ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണെന്നാ പറയുന്നത് അല്ലെ? സമയബന്ധിതമായി എല്ലാ ഇന്റർവെൽസിലും എന്താണ് എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കണം, ട്രെയിനിങ് കൊടുത്തിരിക്കണം. ദെൻ വിയർ ചെയ്യുന്ന ക്ലോത്ത് നീറ്റ് ആൻഡ് ക്ലീൻ, പിന്നെ അതുകൂടാതെ സാനിറ്റൈസ് ചെയ്തിരിക്കണം. ഒരു ഡ്രസ് കോഡാണ് എല്ലാവരും പാലിക്കുന്നത്. PPE ആക്സസിബിൾ ആയിരിക്കണം. ദെൻ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണം. പേഷ്യൻസിന്റെ പ്രൈവസി കീപ്പ് ചെയ്യുന്നതിന് ട്രെയിനിങ്ങിന് എന്താണ് ജനറൽ പർട്ടിക്കുലർ പ്രാക്ടീസസിൽ എന്താണ് ട്രെയിനിങ് കൊടുത്തിരിക്കണം. എന്തൊക്കെയാണത്? അവരുമായിട്ട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, പ്ലസന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ സീക്രട്ടുകൾ ഉണ്ട് അല്ലെ? അതെല്ലാം എന്താണ് കീപ്പ് ചെയ്യാനായിട്ട്, ഒരു പേഷ്യന്റിന്റെ വിവരങ്ങൾ, അതും അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളിൽ എന്താണ് ട്രെയിനിങ് കൊടുത്തിരിക്കണം, അഡ്വൈസ് കൊടുത്തിരിക്കണം. പിന്നെന്താണ് ഒരു ഇൻഫെക്ഷൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഐസൊലേറ്റ് ചെയ്യണം അല്ലെ? PPE വെയർ ചെയ്തിരിക്കണം. അയാളുമായി കോണ്ടാക്റ്റിൽ വന്ന എല്ലാ ഏരിയയും എന്ത് ചെയ്തിരിക്കണം? പ്രോപ്പർ ആയിട്ട് ജെംസി ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ടൂൾസും ഡ്രസ്സും പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ഇൻസ്ട്രുമെന്റ്സ് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. ഓക്കെ, ലേബർ റൂമിൽ പാലിക്കേണ്ട സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഏതൊക്കെയാണ്? ഹാൻഡ് വാഷിംഗ്, ഹാൻഡ് വാഷിംഗ്. ദെൻ wearing protective clothes, ദെൻ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം ബയോമെഡിക്കൽ വേസ്റ്റ്. ഏതൊക്കെയാ ബയോമെഡിക്കൽ വേസ്റ്റുകൾ? ഏതൊക്കെയായിരിക്കാം? ഷാർട്സ് വരാം അല്ലേ? പിന്നെ എന്താണ് വരാം, കെമിക്കൽസ് വരാം. ഓക്കെ, ഏതാണെങ്കിലും ഏത് ബയോമെഡിക്കൽ വേസ്റ്റ് ആണെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിരിക്കണം. പിന്നെന്തായിരുന്നു? ഷാർപ്പ് ഒബ്ജക്ട്സുകളെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഷാർപ്സുകളുമായി കോണ്ടാക്ട് വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാനും അതിലൂടെ എന്താണ് ഇൻഫെക്ഷൻ വരാനും ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള കെയർ എന്താണ് ഇത്തരം ഷാർപ്സുകൾ ഉപയോഗിക്കുമ്പോൾ കൊടുത്തിരിക്കണം. പിന്നെന്താണ് ഉപയോഗിച്ച ഐറ്റംസിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്തിരിക്കണം. പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്, ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകേണ്ടത് ഒരു യൂസ്ഡ് എക്യുപ്മെന്റ്? ക്ലീൻ ചെയ്യണം, ദെൻ സ്റ്റെറിലൈസ് ചെയ്യണം, ഡ്രൈ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അസെപ്റ്റിക് എൻവയോൺമെന്റ് അല്ലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് ആയിരുന്നു ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് അല്ലെ? ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗിൽ ജനറൽ റൂൾസുകൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? എക്യുപ്മെന്റ് നമ്മൾ ലേബർ റൂമിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ എക്യുപ്മെന്റ്സും എന്താണ് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തതിനു ശേഷമായിരിക്കണം അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെന്തായിരുന്നു? ഒരു ക്ലീനിങ് സീക്വൻസിൽ എന്താണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ഡാമേജ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് റിപ്പയർ ചെയ്യുകയോ വേണം. പിന്നെന്തായിരുന്നു? ബ്ലഡ് ബോഡി അത്തരം മെറ്റീരിയൽസിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം.
മോപ്പിംഗ് ടെക്നിക്സ് പറഞ്ഞ ഏതൊക്കെയായിരുന്നു മോപ്പിംഗ് ടെക്നിക്സ്? മോപ്പിന്റെ ഹെഡ് പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ യൂസ് ചെയ്യണം. ആ ഹെഡ് റിമൂവ് ചെയ്യണം. എസ് അല്ലെങ്കിൽ എച്ച് പാറ്റേൺ ഫോളോ ചെയ്തിരിക്കണം. ടുവേർഡ്സ് ഔട്ട്, പുറത്തേക്ക്, അകത്ത് നിന്നും പുറത്തേക്ക് രീതിയിലായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, മോപ്പിംഗ് ടെക്നിക്സ്. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഏതാ? പിന്നെന്താണ്? സീപ്പേജ് എന്തെങ്കിലും ചോർച്ച ഉണ്ടായാൽ അതുടൻ തന്നെ അതോറിറ്റീസിനെ അറിയിച്ചിരിക്കണം. എല്ലാ ഡെലിവറിക്ക് ശേഷവും എന്താണ്? ആ ലേബർ ടേബിള് ക്ലീൻ ചെയ്തിരിക്കണം. സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോർ ഡിസ്ഇൻഫെക്ഷൻ ഉള്ള, സ്റ്റെറിലൈസേഷൻ ഉള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. ഏതൊക്കെയാണ്? സൊല്യൂഷൻ യൂസ് ചെയ്യണം. മെറ്റീരിയൽ അഡ്വൈസ് അനുസരിച്ചായിരിക്കണം. ലേബർ റൂം അതിനെ കണക്ട് ചെയ്യുന്ന പാസേജും എന്താണ്? ഒരു ദിവസത്തില് കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്തിരിക്കണം. പിന്നെന്തായിരുന്നു? വേസ്റ്റുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഡീപ് ക്ലീൻ ചെയ്തിരിക്കണം. 2 തവണയെങ്കിലും ഡീപ് ക്ലീൻ ചെയ്തിരിക്കണം. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഏതായിരുന്നു അത്? അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? സ്റ്റാഫുകൾ, ഇങ്ങനെ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്തിരിക്കണം? ഗ്ലൗസും ഷൂസും കവർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ലീക്ക് പ്രൂഫ് കണ്ടെയ്നറിലായിരിക്കണം വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഒരു 3/4 ആകുമ്പോഴേക്കും എന്താണ്? ചെയ്തിരിക്കണം. പിന്നെന്താണ്? വേസ്റ്റുകൾ തരംതിരിച്ചായിരിക്കണം വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇൻഫെക്ഷസ് വേസ്റ്റുകളുമുണ്ട്, നോൺ ഇൻഫെക്ഷസ് വേസ്റ്റുകളുമുണ്ട്. അതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ടായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെന്തായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി ഫോളോഡ്. ഉറപ്പായിട്ടും ഫോളോ ചെയ്തിരിക്കണം. അത് ഏതൊക്കെയായിരുന്നു? കെമിക്കൽ സ്പില്ലേജ് ആണെങ്കിൽ എന്തൊക്കെയാണ്? നമ്മൾ ഏരിയ എന്താണ്? ഫസ്റ്റ് എന്ത് ചെയ്യണം? എവിക്റ്റ് ചെയ്യണം. വേണ്ടേ? നമ്മൾ ചില സ്റ്റെപ്പുകൾ പഠിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ? അതെല്ലാം ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മൾ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെ ന്യൂ ബോൺ കെയർ ആണ്. ന്യൂ ബോണിന് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കെയർ കൊടുത്തിരിക്കണം. നെക്സ്റ്റ് വൺ ആയിരുന്നു പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. ലേബർ റൂമിനകത്ത് പ്രവേശിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്? ബഫർ സോണിലൂടെ മാത്രമാണ് ലേബർ റൂമിനകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ. പിന്നെന്താണ്? പ്രവേശിക്കുന്ന എല്ലാവരും മസ്റ്റ് ആയിട്ടും ക്യാപ്സ് ആൻഡ് മാസ്ക് വെയർ ചെയ്തിരിക്കണം. പിന്നെന്താണ്? ക്ലീനിങ് റെഗുലർ ഇന്റർവെൽസിൽ മാത്രമായിരിക്കും എൻട്രി ഉള്ളത്. മെയിൽ സ്റ്റാഫുകൾക്കും അതേപോലെ തന്നെ ഡ്യൂട്ടി ടൈമിലായിരിക്കും പെർമിഷൻ ഉള്ളത്. എന്തിനു വേണ്ടിയാണ്? ആ പേഷ്യന്റിന്റെ സേഫ്റ്റി, അല്ലെങ്കിൽ സേഫ്റ്റിയേക്കാൾ ഉപരി എന്താണ്? ആ പ്രൈവസി, ലോ ബെർത്ത് വെയിറ്റ്, LBW, ലോ ബെർത്ത് വെയിറ്റ്. ഓക്കെ, ആ പ്രൈവസി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇനി ലേബർ റൂമിനകത്താണെങ്കിലോ എല്ലാവരും PPE വെയർ ചെയ്തിരിക്കണം. സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപായിട്ട് സ്ക്രബിംഗ് മെത്തേഡ് ഫോളോ ചെയ്തിരിക്കണം. ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും നമ്മൾ എടുത്തിരിക്കണം. ആ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് പാലിച്ചിരിക്കണം. പിന്നെന്താണ്? ആ ബിൻസിന് സമീപത്തായിട്ട് പ്രോട്ടോകോൾസുമായി ബന്ധപ്പെട്ട പോസ്റ്റർ പേസ്റ്റ് ചെയ്തിരിക്കണം. എന്തൊക്കെയാ? ചെക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട ചെക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുകയും സൈൻ ചെയ്യുകയും വേണം. പിന്നെന്താണ്? മെഡിക്കൽ യൂണിറ്റ് ലേബർ റൂമില് ഡെയിലി 2 പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കണം. പിന്നെന്തൊക്കെയാണ്? എല്ലാ സപ്ലൈസും ലേബർ റൂമിനകത്ത് അവൈലബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. മാസത്തിൽ 1 തവണ എന്താണ്? ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. ക്രമീകരിക്കേണ്ടതും സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ആ മീറ്റിംഗിൽ ആ സ്റ്റാഫുകൾക്ക്, ലേബർ റൂമിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താണ്? അവരുടെ നിർദ്ദേശങ്ങൾ, സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ ലേബർ റൂമിലെ കെയർ, ക്വാളിറ്റി കെയർ കൂട്ടുന്നതിനാവശ്യമായ നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ലേബർ റൂമിൽ ഡിസ്കസ് ചെയ്തത്, ലേബർ റൂമുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്.
ഈ ചാപ്റ്റർ 29 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ MCQ ഒന്ന് അയച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചാപ്റ്റർ 32 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, അതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേജ് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ Okay, ma'am. ഓക്കെ, ബൈ. താങ്ക് യു മാം. Thank you. താങ്ക് യു, ബൈ.